നമസ്കാരം. ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ബംഗാൾ ഉൾക്കടൽ. ഏഷ്യൻ വൻകരയിലെ വ്യാപാര പാതകളെയും സുരക്ഷാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ഈ സമുദ്രമേഖലയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ചരിത്രപരമായി ഇന്ത്യയുടെയും ചൈനയുടെയും സ്വാധീന വലയത്തിൽ നിന്നിരുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക നേരിട്ട് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശുമായി അമേരിക്ക ഒപ്പുവെക്കുന്ന പുതിയ പ്രതിരോധ കരാറുകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കുവാൻ സാധിക്കും എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ബംഗ്ലാദേശിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വരുന്നത് ദക്ഷിണേഷ്യയിലെ നിലവിലുള്ള ശക്തി സന്തുലനത്തെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാകും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും ആഗോള എണ്ണപ്പാതകളിലെ തർക്കങ്ങളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം വിപുലീകരിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ രൂപീകരിക്കുന്ന ഈ പുതിയ പ്രതിരോധ പങ്കാളിത്തം അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് പ്രാദേശികമായി നൽകുക. കരാർ പ്രകാരം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ആവശ്യമായ സാധനങ്ങൾ സംഭരിക്കുന്നതിനും ബംഗ്ലാദേശിലെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും നേരിട്ട് പ്രവേശനം ലഭിക്കും. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ പ്രമുഖ തുറമുഖങ്ങളായ ചിറ്റഗോങ്, മതാർബരി എന്നിവ ഈ സൈനിക നീക്കങ്ങളിൽ നിർണായക കേന്ദ്രങ്ങളായി മാറും. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ധാരണയും നിലവിൽ വരുന്നുണ്ട്. ഇത് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉടനീളം US നാവികസേനയുടെ നിരീക്ഷണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഈ സൈനിക സഹകരണത്തിന് പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക വ്യാപാര താൽപ്പര്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാന വരുമാന മാർഗമായ വസ്ത്ര കയറ്റുമതിയിൽ അമേരിക്ക വലിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ കോട്ടണും കൃത്രിമ നാരുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ ഈ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ ശക്തമാക്കുകയാണ്. വരും വർഷങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രതിരോധ ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ വലിയ തോതിലുള്ള ഇറക്കുമതിയും ബംഗ്ലാദേശ് ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒന്നാണ്. സ്വന്തം തീരദേശ സുരക്ഷയ്ക്കും പ്രാദേശിക മേധാവിത്വത്തിനും ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ എന്നും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഇന്ത്യക്ക് ആണവ അന്തർവാഹിനികളുടെ താവളങ്ങൾ ഉൾപ്പെടെ അത്യാധുനികമായ നിരവധി നാവിക ശൃംഖലകളുമുണ്ട്. പരമ്പരാഗതമായി വലിയ നാവികശേഷിയുള്ള ബംഗ്ലാദേശ് സേനയുമായി ഇന്ത്യ നല്ലൊരു പ്രതിരോധ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ദശാബ്ദങ്ങളായി ആഗോള വൻ ശക്തികളുടെ നേരിട്ടുള്ള സൈനിക മത്സരങ്ങൾക്ക് വേദിയാകാതിരുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എത്തുന്നതോടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് അത് പരിമിതികൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ അതേസമയം തന്നെ ഈ മേഖലയിൽ ചൈന നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകളെ ചെറുക്കാൻ അമേരിക്കൻ സാന്നിധ്യം സഹായിക്കുമെന്നൊരു വിലയിരുത്തലുമുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കനത്തൊരു തിരിച്ചടിയാണ്. ബംഗ്ലാദേശിൻ്റെ തുറമുഖ വികസനത്തിലും പ്രതിരോധ മേഖലയിലും വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ള രാജ്യമാണ് ചൈന. നിലവിൽ ബംഗ്ലാദേശ് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ 70% വരുന്നത് ചൈനയിൽ നിന്നാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ചൈനയുടെ മൂക്കിന് താഴെ അമേരിക്കൻ കപ്പലുകൾ നിലയുറപ്പിക്കുന്നത് ബെയ്ജിങ്ങിനെ ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിദേശ സൈനിക ഇടപെടൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാന ദ്വീപായ സെൻറ്റ് മാർട്ടിനസിൽ സൈനിക താവളം അനുവദിക്കുവാൻ അമേരിക്ക തനിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. അമേരിക്കയുടെ ഈ ആവശ്യം നിരസിച്ചതാണ് തൻ്റെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് എന്നായിരുന്നു അവരുടെ ആരോപണം. ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക ഏത് പരിധിവരെയും പോകും എന്നതിൻ്റെ തെളിവായി പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എങ്കിലും അമേരിക്ക ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ നാവികസേനയുടെ വരവോടെ ബംഗാൾ ഉൾക്കടൽ ഇനി വെറുമൊരു വ്യാപാര പാതയായിരിക്കില്ല, മറിച്ച് വൻ ശക്തികളുടെ സൈനിക ബല പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സങ്കീർണ മേഖലയായി മാറാനാണ് സാധ്യത. അയൽ രാജ്യങ്ങളായ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതികരണങ്ങളും ബംഗ്ലാദേശിൻ്റെ പുതിയ വിദേശ നയങ്ങളും വരും ദിവസങ്ങളിൽ ദക്ഷിണേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ആഗോള നയതന്ത്ര ലോകം ഉറ്റുനോക്കുകയാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ചർച്ചാ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഈ സൈനിക സഹകരണത്തിന് തൊട്ടു പിന്നാലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരി സംസ്ഥാനങ്ങളെയും മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയുടെ അതിർത്തി പ്രദേശങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു സ്വതന്ത്ര
ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള പാശ്ചാത്യ ഗൂഢാലോചനയുടെ ഭാഗമാണിത് എന്ന തരത്തിലുള്ള ചില ഗുരുതരമായ സിദ്ധാന്തങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പരസ്യമായി ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളും അതീവ സങ്കീർണമായ ഒരു നയതന്ത്ര സമസ്യയായിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പുതിയ വിഘടനവാദ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെയും അയൽ രാജ്യങ്ങളിലെയും വംശീയവും മതപരവുമായ ഘടനയിലാണ് കിടക്കുന്നത്. മ്യാൻമറിലെ ചിൻ സംസ്ഥാനം, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കുന്നുകൾ, ഇന്ത്യയിലെ മിസോറാം, മണിപ്പൂർ എന്നീ പ്രദേശങ്ങളിലെ കുക്കി, ചിൻ, മിസോ വംശീയ വിഭാഗങ്ങൾക്കും സമാനമായ സാംസ്കാരിക പശ്ചാത്തലവും ക്രിസ്ത്യൻ മതവിശ്വാസവുമുണ്ട്. ഈ വംശീയ ബന്ധങ്ങളെയും പ്രദേശങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാൻ ചില പാശ്ചാത്യ ശക്തികൾ ദീർഘകാലമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ആരോപണം. ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാന സെന്റ് മാർട്ടിനസ് ദ്വീപിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം അനുവദിക്കാത്തതിനാലാണ് തന്നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനും ഈ പ്രദേശം വിഭജിച്ച് പുതിയൊരു രാജ്യം ഉണ്ടാക്കാനും പാശ്ചാത്യ ലോകം കരുക്കൾ നീക്കിയത് എന്ന് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയത് ഈ വാദങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ ചർച്ചാബലം നൽകി. ഭൗമരാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തരമൊരു പുതിയ രാഷ്ട്ര രൂപീകരണ നീക്കത്തിന് പിന്നിൽ വൻ ശക്തിയായ ചൈനയെ തളയ്ക്കുക എന്ന പാശ്ചാത്യ ലക്ഷ്യമുണ്ടാകാം. ചൈനയുടെ തെക്കൻ അതിർത്തിക്കും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിക്കും മധ്യേ പൂർണ്ണമായും തങ്ങളുടെ സ്വാധീനത്തിലുള്ള ഒരു ബഫർ സ്റ്റേറ്റ് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് ഏഷ്യയിലെ രണ്ട് വമ്പൻ ശക്തികളെയും ഒരേ സമയം നിരീക്ഷിക്കാനും പ്രതിരോധിക്കുവാനും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ താവളമായി മാറും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികളെ തടസ്സപ്പെടുത്താനും ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പാക്കാനും ഈ തന്ത്രപ്രധാന പ്രദേശം സഹായിക്കുമെന്നതാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. മണിപ്പൂരിലും മ്യാൻമറിലും സമീപകാലത്തുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളെല്ലാം ഈ ആഗോള അജണ്ടയുടെ ഭാഗമാണ് എന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ രാജ്യം അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നേക്ക് എന്ന സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്താണ് ഈ അതിർത്തി പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ മേഖലകളിൽ വിദേശ ശക്തികളുടെ പിന്തുണയോടെയുള്ള യാതൊരുവിധ വിഘടനവാദ നീക്കങ്ങളും ഭാരതം അനുവദിക്കുന്നില്ല. ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികളും പ്രതിരോധ മന്ത്രാലയവും ഈ അതിർത്തികളിൽ കടുത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ്റുമായി അമേരിക്ക നടത്തുന്ന സൈനിക സഹകരണം പ്രാദേശിക വ്യാപാര വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് വാഷിംഗ്ടണിൻ്റെ ഔദ്യോഗിക നിലപാട്. പുതിയൊരു രാഷ്ട്ര രൂപീകരണ നീക്കങ്ങളെ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും നിഷേധിച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നതും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വിഘടനവാദ സിദ്ധാന്തങ്ങളും തമ്മിൽ നേരിട്ട് തെളിവുകളോടെയുള്ള ബന്ധം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ മേഖലയിലെ ചൈനീസ് വിരുദ്ധ തന്ത്രങ്ങളുടെ ഭാഗമായി ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും അതിർത്തികളിലെ വംശീയ മാറ്റങ്ങളെയും അതീവ നയതന്ത്ര ജാഗ്രതയോടെയും സുരക്ഷാ മുൻകരുതലുകളോടെയുമാണ് ഇന്ത്യയും ആഗോള രാഷ്ട്രീയ ലോകവും ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ നിർണായകമായ വിദേശ സന്ദർശനം നടത്തുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് ബംഗ്ലാദേശ് തങ്ങളുടെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ തുറന്നു നൽകിയെന്ന വാർത്തകൾക്ക് പിന്നിൽ കനത്ത ദുരൂഹതകളാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നടക്കുന്നത്. ഏഷ്യൻ വൻകരയുടെ അധികാര സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന എന്തോ ഒന്ന് അണിയറിൽ സംഭവിക്കുന്നുണ്ടെന്ന സംശയങ്ങൾക്ക് ഈ സമയക്രമം ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തിന് പുറത്തുള്ള സുപ്രധാന ചർച്ചകളിൽ മുഴുകിയിരിക്കുന്ന വേളയിൽ ഇന്ത്യയുടെ തൊട്ടയൽപ്പക്കത്തുള്ള ബംഗാൾ ഉൾക്കടലിലേക്ക് അമേരിക്കൻ നാവികസേന ഔദ്യോഗികമായി പ്രവേശിക്കുന്നത് കേവലം ഒരു നയതന്ത്ര കരാറിൻ്റെ മാത്രം ഭാഗമായി കാണാൻ കഴിയില്ല. ചരിത്രപരമായി ഇന്ത്യയുടെ പൂർണ്ണമായ സ്വാധീന വലയത്തിലും നിരീക്ഷണത്തിലുമായിരുന്ന ഈ സമുദ്രമേഖലയിലേക്ക് പെട്ടെന്നൊരു ദിവസം പാശ്ചാത്യ ശക്തികൾ കപ്പലുകളുമായി എത്തുമ്പോൾ അത് ദില്ലിയുടെ കണ്ണുവെട്ടിച്ചുള്ള നീക്കമാണോ അതോ ആരും കാണാത്ത മറ്റു ചില വലിയ ആഗോള അച്ചുതണ്ടൻ്റെ തുടക്കമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരി സംസ്ഥാനങ്ങളെ അടർത്തിയെടുത്ത് പുതിയൊരു രാജ്യം സ്ഥാപിക്കാൻ പാശ്ചാത്യ ലോകം പദ്ധതിയിടുന്നുവെന്ന വിലയിരുത്തലുകൾ കൂടി വരുമ്പോൾ ഈ നീക്കം ഒരേ സമയം നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ നിഗൂഢതയുടെ മറുവശത്ത് ഒളിഞ്ഞിരിക്കുന്നത് ചൈന എന്ന വൻമതിലിനെ തളയ്ക്കാനുള്ള വൻ ശക്തികളുടെ അതീവ രഹസ്യമായ തന്ത്രങ്ങളാകാം. ബംഗ്ലാദേശിൻ്റെ ആയുധ ഇറക്കുമതിയുടെ 70% നിയന്ത്രിക്കുന്ന ചൈനയെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിൽ നിന്ന് അകറ്റി നിർത്താൻ അമേരിക്ക അവിടെ സാന്നിധ്യം ശക്തമാക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ തന്നെ നിശബ്ദമായ സമ്മതത്തോടെയായിരിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളുമായി പ്രതിരോധ നാവിക സുരക്ഷാ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് അമേരിക്ക ബംഗാൾ ഉൾക്കടലിൽ ചൈനയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ലോകം കാണുന്ന പരസ്യമായ യാത്രകൾക്ക് പിന്നിൽ ആരും അറിയാത്ത ഇരുണ്ട കോണുകളിൽ ഇനിയും വെളിപ്പെടുത്താത്ത വലിയൊരു ഭൗമരാഷ്ട്രീയ യുദ്ധത്തിൻ്റെ കരുനീക്കങ്ങളാണ് നടക്കുന്നത് എന്ന സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. വെബ് ഡെസ്ക്
തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.